കണ്ണൂർ ആറളം കാട്ടാന ആക്രമണത്തിൽ ദമ്പതികൾ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തം. മരിച്ച വള്ളിയുടെയും ലീലയുടെയും മൃതദേഹവുമായി എത്തിയ ആംബുലൻസും നാട്ടുകാർ തടഞ്ഞുവച്ചു. പ്രതിഷേധക്കാരുമായി കലക്ടറും എസ്പിയും നടത്തിയ ചർച്ച പരാജയം. വന്യജീവി ആക്രമണത്തിന് പരിഹാരം കാണാതെ പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് പ്രതിഷേധക്കാർ. വനമന്ത്രി എ കെ ശശീന്ദ്രൻ സ്ഥലത്ത് എത്തുമെന്ന് കലക്ടർ അറിയിച്ചു. ഇന്നലെ രാത്രി ഇവിടെ സബ് കളക്ടർ വന്ന് സംസാരിച്ചിരുന്നല്ലോ. അപ്പോൾ ഇവിടുത്തെ വിഷയങ്ങളെല്ലാം അല്ലാതെ നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കളക്ടറുടെ ശ്രദ്ധയിലും അതുപോലെ DFO, ഫോറസ്റ്റ് പോലീസ് എല്ലാവരും ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തില്ല. മിനിസ്റ്റർ ഇവിടെ വരുന്നുണ്ട്. മിനിസ്റ്റർ വരും തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഈ വിഷയങ്ങളെല്ലാം ഉദ്യോഗസ്ഥരെല്ലാവരും ഇപ്പോൾ പഞ്ചായത്ത് ഹാളിലാണ്. നമ്മൾ MLAയും അതേപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവരും അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്കും ചർച്ചയിൽ പങ്കെടുക്കണമെങ്കിൽ ഇവിടെ നിന്ന് പ്രതിനിധികളായിട്ട് വേണമെങ്കിൽ അവിടേക്ക് വരാം. എന്ത് വിഷയം ഉണ്ടെങ്കിലും അത് കൃത്യമായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഒരു ഉറപ്പ് തരാൻ വേണ്ടി തന്നെയാണ് മിനിസ്റ്റർ ഇവിടെ വരാൻ പോകുന്നത്. പക്ഷേ മിനിസ്റ്റർ വരുന്നതിന് മുമ്പ് കാര്യങ്ങൾ എന്താണെന്ന് ഒന്ന് അവലോകനം ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് മീറ്റിംഗ് പഞ്ചായത്ത് ഹാളിൽ. അല്ലാതെ ഇവിടെ വന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ല, ഇവിടെ വരുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ല അവിടേക്ക് പോയിരിക്കുന്നത്. ഇവിടേക്ക് വരുമെന്ന് തന്നെയാണ് മിനിസ്റ്റർ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അത് നമുക്ക് സമയം പെട്ടെന്ന് തീർക്കണം. അവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരും. സുനിൽ ഐസക് ചേരുന്നു. സുനിൽ, ഇപ്പോഴും സ്ഥലത്ത് വലിയ പ്രതിഷേധമാണോ? കലക്ടർ വന്നിട്ട് നടത്തിയ ചർച്ച പരാജയപ്പെടുന്നു, മന്ത്രി സ്ഥലത്തുണ്ട്, മറ്റു ചർച്ചകൾ നടത്തുന്നു എന്നറിയുന്നു. ഇങ്ങോട്ട് വരാനുള്ള സാധ്യത, പ്രതിഷേധം എങ്ങനെ നടക്കുന്നു? സുനിൽ, കേൾക്കാമോ? പ്രതിഷേധം ഇപ്പോഴും നടക്കുകയാണെന്നാണ് അറിയുന്നത്. പ്രതിഷേധക്കാരുമായി കലക്ടർ ഉൾപ്പെടെ നടത്തിയ SP ഉൾപ്പെടെ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. കനത്ത പ്രതിഷേധത്തിലേക്ക് ആറളം കടക്കുന്നു. മൃതദേഹവുമായി എത്തിയ ആംബുലൻസ് തടഞ്ഞുവെച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ്. വനമന്ത്രി എ കെ ശശീന്ദ്രൻ അവിടെയുണ്ട്. പഞ്ചായത്ത് ഓഫീസിൽ ചർച്ചകൾ നടത്തുകയായിരുന്നു. ചർച്ച അവസാനിച്ചു എന്ന് കരുതുന്നു. മന്ത്രി അങ്ങോട്ട് വരുന്നതിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ട് എങ്കിലും അങ്ങോട്ട് എത്തുമെന്നാണ് കലക്ടർ പറഞ്ഞിരിക്കുന്നത്. അല്പസമയത്തിനകം മന്ത്രി അങ്ങോട്ട് വരും. വലിയ പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്തുറപ്പ് ആറളംകാർക്ക് നൽകും എന്നുള്ളത് ഇപ്പോഴും ആശങ്കയാണ്. 2 പേരാണ് മരിച്ചിരിക്കുന്നത്. ഇതിനു മുൻപും 3 മാസം മുൻപും അവിടെ ഇത്തരത്തിൽ വലിയ പ്രശ്നമുണ്ടായിരുന്നു. ഈ വലിയ ആനമതിൽ പണിയാം എന്ന് 2 വർഷം മുമ്പാണ് ഉറപ്പ് നൽകിയത് ആറളംകാർക്ക്. അങ്ങനെയാണ് അവരെ അവിടെ താമസിപ്പിക്കാൻ ഒരു ധൈര്യം നൽകിയത് പോലും സർക്കാർ. ആ സർക്കാരിന്റെ കാലത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള ജീവനെടുക്കുന്ന സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നത്. അത്രത്തോളം പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സുനിൽ ഐസക് ചേരുന്നുണ്ട്. സുനിൽ, കനത്ത പ്രതിഷേധമാണ്. മന്ത്രി എത്തണം എന്ന് തന്നെയാണോ പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത്? ക്രമസമാധാന പ്രശ്നമുണ്ടോ? മന്ത്രി വരാനുള്ള സാധ്യതയുണ്ടോ? ചർച്ച പരാജയപ്പെട്ടു കലക്ടറും SP-യുമായിട്ട്. അതെന്താണ് സംഭവിച്ചത്? ഇപ്പോൾ സമയം 4:40 2:30 മണിയോടുകൂടിയാണ് ഇന്നലെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ദമ്പതികളുടെ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇവിടെ 13-ാം ബ്ലോക്കിലേക്ക് എത്തിക്കുന്നത്. 13-ാം ബ്ലോക്കിലേക്ക് തിരിയുന്ന വഴിയിൽ പ്രതിഷേധക്കാർ വലിയ തോതിൽ പ്രതിഷേധമുയർത്തി നിൽക്കുകയാണ്. അവർ ആംബുലൻസ് തടഞ്ഞിട്ടാണുള്ളത്. മാത്രമല്ല, ഈ 13-ാം ബ്ലോക്കിലേക്ക് കടക്കുന്ന വഴി നീളെ വലിയ കമ്പുകളും മരങ്ങളും തടികളും ഒക്കെ വെച്ച് പലയിടങ്ങളിലായി റോഡ് ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. തുടർന്ന് അവർ ഉന്നയിച്ച ആവശ്യം കളക്ടറോ മന്ത്രിയോ സ്ഥലത്തെത്തണം, നേരിട്ട് പ്രതിഷേധക്കാരുമായി സംസാരിക്കണം, ചില ആവശ്യങ്ങളിൽ ഉറപ്പ് നൽകണം എന്നൊക്കെയായിരുന്നു അവർ ഉന്നയിച്ചിരുന്ന ആവശ്യങ്ങൾ. ഏതാണ്ട് ഇതനുസരിച്ചാണ് 3:50 കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയനും ഒപ്പം കണ്ണൂർ റൂറൽ പോലീസ് മേധാവിയും കൂടി ഇവിടേക്ക് സ്ഥലത്തേക്ക് എത്തിയത്. ഇവർ ഏതാണ്ട് 20 മിനിറ്റ് സമയത്തോളം പ്രതിഷേധക്കാരുമായി സംസാരിച്ചു. എന്നാൽ അവർ ഉന്നയിക്കുന്ന കാര്യം മന്ത്രി തന്നെ സ്ഥലത്തെത്തണം. കാരണം മന്ത്രി ഇവിടെ ഉണ്ട്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ആറളം പഞ്ചായത്ത് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് എടൂരാണ്. എടൂരിൽ മന്ത്രിയുണ്ട്. അവിടെ നിന്ന് ഏതാണ്ട് 2-3 കിലോമീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്കുള്ളത്. അവിടെ എത്തി മന്ത്രി തന്നെ നേരിട്ട് ഈ ആവശ്യങ്ങൾ മേൽ ഉറപ്പ് നൽകണം എന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. എന്നാൽ പിന്നീട് മന്ത്രിയുമായി കളക്ടർ ഫോണിൽ സംസാരിച്ചു. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ചർച്ച അവിടെ സർവകക്ഷി യോഗം നടക്കുകയാണ് എടൂരിൽ. അതിനുശേഷം മന്ത്രി ഇവിടേക്ക് എത്തുമെന്ന കളക്ടറുമായി സംസാരത്തിൽ അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യം കളക്ടർ പ്രതിഷേധക്കാരെ അറിയിച്ചു. എന്തായാലും മന്ത്രി എത്താതെ ഒരു കാരണവശാലും ഈ മൃതദേഹം
സംസ്കരിക്കാൻ കൊണ്ടുപോകില്ല എന്നൊരു നിലപാടിലാണ് ഇപ്പോഴും പ്രതിഷേധക്കാരുള്ളത്. അതിനിടെ വിവിധ പാർട്ടികളുടെ നേതാക്കളൊക്കെ ഈ സ്ഥലത്തെത്തിയിരുന്നു. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനും സംസ്ഥാന കമ്മിറ്റി അംഗം M പ്രകാശൻ മാസ്റ്റർ തുടങ്ങി CPM പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ഈ മൃതദേഹം എത്തുന്നതിന് അല്പസമയം മുമ്പ് ഇവിടെ എത്തിയിരുന്നു. എന്നാൽ അവരെ ആദ്യം തന്നെ പ്രതിഷേധക്കാർ തടഞ്ഞു. തുടർന്ന് MV ജയരാജനെയും മറ്റും കൂക്കി വിളിക്കുകയും മടങ്ങിപ്പോണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നാലെ സ്ഥലത്തെത്തിയ കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജിനെതിരെയും വലിയ തോതിലുള്ള പ്രതിഷേധമുയർന്നു. മാർട്ടിൻ ജോർജിനോടും ഈ സ്ഥലത്ത് നിന്ന് മടങ്ങിപ്പോണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിൽ നിന്നുകൊണ്ട് ഈ പ്രതിഷേധം നടത്താൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് മടങ്ങിപ്പോകണമെന്ന ആവശ്യം അവർ ഉന്നയിച്ചു. തുടർന്ന് പോലീസ് ഇടപെട്ട് ഈ കോൺഗ്രസിന്റെയും CPMന്റെയും നേതാക്കളെ അവിടെ നിന്ന് ഈ പ്രതിഷേധക്കാർക്കിടയിൽ നിന്ന് പതിയെ മാറ്റി. അതിനുശേഷം ബലം പ്രയോഗിച്ച് പോലീസ് അവിടുത്തെ ഈ റോഡിൽ ഇട്ടിരുന്ന പ്രതിരോധം തീർക്കാനുള്ള റോഡിൽ പ്രതിരോധമായി ഇട്ടിരുന്ന കല്ലും കമ്പും ഒക്കെ നീൽക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ അതും ജനങ്ങൾ തടയുകയാണ്. പിന്നീട് പക്ഷെ ഒരു ബലപ്രയോഗത്തിലേക്ക് പോവേണ്ടതില്ല എന്ന ഉന്നത കേന്ദ്രങ്ങളിൽ നിന്ന് പോലീസിന് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഒരു വലിയ ബലപ്രയോഗത്തിലേക്ക് നീങ്ങാത്തത്. പിന്നാലെ കണ്ണൂർ MPയും KPCC പ്രസിഡന്റുമായ K സുധാകരൻ സ്ഥലത്തെത്തി. സുധാകരൻ ഈ പ്രതിഷേധക്കാരുമായി സംസാരിച്ചു. എന്നാൽ സുധാകരനെ കേൾക്കാനും പ്രതിഷേധക്കാർ തയ്യാറാവാത്ത സാഹചര്യം ഉണ്ടായി. തുടർന്ന് മന്ത്രി തന്നെ ഇവിടെ സ്ഥലത്തെത്തണമെന്നൊരു ആവശ്യം KPCC പ്രസിഡന്റ് ഉന്നയിച്ചു. മന്ത്രിയെ AK ശശീന്ദ്രനെ KPCC പ്രസിഡന്റ് ഫോണിൽ വിളിക്കുകയും ഇവിടേക്ക് വന്ന് പ്രതിഷേധക്കാരുമായി സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്തായാലും മന്ത്രി അല്പസമയത്തിനുള്ളിൽ എത്തുമെന്നൊരു ഉറപ്പാണ് കണ്ണൂർ കളക്ടർ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും മന്ത്രി വരട്ടെ, മന്ത്രി വന്നതിന് ശേഷം മാത്രമേ ഇനി ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധം അവസാനിപ്പിക്കൂ, എന്നിട്ട് സംസ്കാര ചടങ്ങുകൾ അനുവദിക്കൂ എന്നൊരു നിലപാടാണ് ഇപ്പോൾ എന്തായാലും പ്രതിഷേധക്കാരും സ്വീകരിച്ചിരിക്കുന്നത്. ഓർക്കണം, 2.5 മണിക്ക് മൃതദേഹം ഇവിടെ എത്തിയതാണ്. ഇപ്പോൾ 4:45 ആവുന്നു. 2.25 മണിക്കൂറായി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൊണ്ടുവന്ന മൃതദേഹം ഇപ്പോഴും 2 ആംബുലൻസുകളിലായി ഇപ്പോഴും ഇവിടെ ഈ വഴിയിൽ കിടക്കുകയാണ്. അത് വീട്ടിലേക്ക് എത്തിക്കാനോ സംസ്കരിക്കാനുള്ള സാഹചര്യം ഇപ്പോഴും ആയിട്ടില്ല. കാരണം ഈ ആന ചവിട്ടി കൊല്ലപ്പെട്ടിട്ട് ഏതാണ്ട് 24 മണിക്കൂറൊക്കെ കഴിഞ്ഞു. ഇന്നലെ 11:30 മണിക്കോ മറ്റോ ആണ് നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 11:30 മണിക്കും 12 മണിക്കും ഇടയ്ക്ക് എപ്പോഴും ആവാം ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാവുന്നതും അതിൽ ഇവർ രണ്ടുപേരും കൊല്ലപ്പെടുകയും ചെയ്തത്. മൃതദേഹം കെട്ടിയത് പക്ഷേ വൈകിട്ട് 5 മണിക്ക് ശേഷമാണ്. അങ്ങനെയൊക്കെ ആകുമ്പോഴും പക്ഷേ 24 മണിക്കൂറൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ തന്നെ മൃതദേഹം കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് രാത്രി 12:30 വരെ ഈ മൃതദേഹം ഈ സ്ഥലത്ത് നിന്ന് നീക്കാൻ അനുവദിക്കാതെ ജനങ്ങൾ പ്രതിഷേധവുമായി ഇവിടെ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. പിന്നീടാണ് സബ് കളക്ടർ എത്തി പ്രതിഷേധക്കാരുമായി സംസാരിച്ച് ഇന്ന് കളക്ടറും മന്ത്രിയും സ്ഥലത്തെത്തുമെന്ന് ഉറപ്പ് നൽകി ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടും ആ മൃതദേഹം സംസ്കരിക്കാൻ അനുവദിക്കാതെ ആളുകൾ പ്രതിഷേധവുമായി ഇവിടെ തമ്പടിച്ചിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്.